ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് വലിയ നോമ്പിൻ്റെ 2026 5-ാം പ്രഭാതത്തിനായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. എല്ലാവർക്കും സന്തോഷമാണോ? ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത വീണ്ടും കാനാവിലെ കല്യാണ വീടുമായി ബന്ധപ്പെട്ടാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. കൽഭരണി തന്നെയാണ് ധ്യാന വിഷയം. പിതാവായ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവും ജീവനുമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ വെച്ച് ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചത്. അത് നമ്മുടെ ഈ ഭൂമിയിലെ ദൈവവിചാരവും ദൈവചിന്തയും ദൈവ ആലോചനകളും നഷ്ടപ്പെട്ട് താറുമാറായി, തകർന്ന് തരിപ്പണമായി, നാശകോശമായി, അങ്ങനെ വറ്റി വരേണ്ട ഒരു അനുഭവത്തിൽ തകർന്ന് തരിപ്പണമായിടത്താണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. അവിടെ നിന്ന് ഈ വലിയ നോമ്പിലൂടെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും നമ്മൾ ആർജിച്ചെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവും ജീവനും കൽഭരണികളിലാണ് നിക്ഷേപിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്. കാരണം ഈ കൽഭരണിയുടെ പ്രത്യേകത, ഇത് കയ്യിൽ നിന്ന് കൈവിട്ട താഴെ പോയാൽ ഇത് വെറും പൊടി മാത്രമായിട്ട് മാറ്റപ്പെടും. അതുകൊണ്ട് കൽഭരണിയാണ്, അതിലാണ് ദൈവത്തിൻ്റെ ആത്മാവും ജീവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും ഒക്കെ നമ്മൾ ശേഖരിച്ച് വെക്കുന്നതെന്നുള്ള വലിയ ബോധ്യം ഉണ്ടാവണം. ഇത് താഴെ പോയാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് എടുക്കുവാനായിട്ട് സാധ്യമല്ല. ഒരുപക്ഷെ കാനാവിലെ കല്യാണ വീട്ടിലും വീഞ്ഞെന്ന് പറയുന്ന സാധനം അവർക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒന്നായിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് പറയുന്നതും ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അത് കൈമോശം വരുത്തിയത് കൊണ്ടാവാം. അല്ലെങ്കിൽ അവർ അതിന് അത്രമാത്രം വലിയ പ്രാധാന്യമൊന്നും കൊടുത്തു കാണത്തില്ലായിരിക്കും. അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല. എന്തു തന്നെ ആയിരുന്നാലും പ്രിയമുള്ളവരെ, ഇപ്പോൾ ഇതാ ഈ നോമ്പിലൂടെ ആർജിച്ചെടുക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെയും ജീവനെയും നഷ്ടപ്പെടുത്തി കളയാൻ നമുക്ക് ഇടവരാത്ത വിധത്തിൽ സസൂക്ഷ്മം അതിനെ കരുതണമെന്ന് ശേഖരിച്ചു വയ്ക്കുന്നതെല്ലാം കൽഭരണികളിലാണ്. അതുകൊണ്ട് ഉടഞ്ഞു പോകാതെ, താഴെ പോകാതെ അതിനെ കൊണ്ടു നടക്കാൻ തക്ക വിധം നിലനിൽപ്പിൻ്റെ വരം കിട്ടാനായിട്ട് രാവും പകലും ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ വചനം ശ്രമിക്കുന്ന, നോമ്പെടുക്കുന്ന എല്ലാ മക്കളെ ഓർത്തും ഈ സമയത്ത് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. പ്രാർത്ഥനാപൂർവ്വം പുത്തൂർ കുടിലിൽ ജയ്മോനച്ചൻ.